വിശദമായി തന്നെ കടന്നു വരാം. വിഴിഞ്ഞം എന്ന അഭിമാന തീരത്തേക്ക്. അഭിമാന തീരത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ. അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സാൻ ഫെർണാണ്ടോയുടെ മദർ തീരത്തേക്ക്, നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം എന്ന അഭിമാന പദ്ധതിക്ക് വെല്ലുവിളികൾ നിരവധി ഉണ്ടായിരുന്നു. കാരണം ആദ്യം പ്രതീക്ഷിച്ച പോലെ പോയില്ല. പിന്നെ ഓഖി പോലെയുള്ള ദുരന്ത പശ്ചാത്തലങ്ങൾ, പ്രളയം പോലെയുള്ള സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിക്കാൻ വളരെ പാടുപെട്ടു. കരിങ്കൽ ആവാതെ വന്ന സാഹചര്യത്തെ അതിനെ അതിജീവിക്കാനും നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടമ്പകളെല്ലാം മറികടന്നുകൊണ്ട് കേരളം വിഴിഞ്ഞം എന്ന അഭിമാന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ഒരു നീക്കിയിരിപ്പായി തീർച്ചയായും നമുക്ക് ഈ പദ്ധതിയെ കാണാം. കാരണം ഇനി അങ്ങോട്ട് 2034, 10 വർഷത്തിന് ശേഷം മാത്രമാണ് കേരളത്തിന് ഇതൊരു വരുമാന സാധ്യതയായി തുറന്നു നൽകപ്പെടുക. പക്ഷേ അതിനു മുമ്പായി അടിസ്ഥാന സൗകര്യ വികസനത്തിലും പ്രാദേശിക വികസനത്തിലുമൊക്കെ വലിയ പങ്കുവഹിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയും. അതുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ പ്രതീക്ഷകൾ ഇനി മുതൽ അങ്ങോട്ട് വലിയ പ്രതീക്ഷകളുമായി വളരുകയാണ്. MG രേണുക തന്നെയുണ്ട്. യെസ്, രേണുകയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരുക്കങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ട്. സർബാനന്ദ സോനോവാൾ തുറമുഖ മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങാണ് അവിടെ. നമുക്ക് ആ വേദിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. അവിടെ മുഖ്യമന്ത്രി ഒപ്പം സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികളൊക്കെ ഉണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദമുണ്ട്. അത് പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ വിഴിഞ്ഞത്തിൻ്റെ പിന്നിലാര്, വിഴിഞ്ഞത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ആർക്കാണ് യഥാർത്ഥ അവകാശം എന്ന് തുടങ്ങിയ രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ ചർച്ചകൾക്കും അപ്പുറം വിഴിഞ്ഞം എന്ന അഭിമാന പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ആ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ ആ വേദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. MG രേണുകയുണ്ട് നമുക്കൊപ്പം. രേണുക നിൽക്കുന്നതിൻ്റെ പിന്നിലാണ് കേരളത്തിൻ്റെ ആ മദർഷിപ്പും ഒപ്പം തന്നെ വിഴിഞ്ഞം എന്ന അഭിമാന പദ്ധതിയും. ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയുന്നു. നമുക്ക് കാത്തിരിപ്പ്. ഇന്നലെ ഈ സാൻ ഫെർണാണ്ടോ തീരത്തേക്ക് വരുമ്പോൾ തന്നെ പ്രദേശവാസികളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. കാരണം ആദ്യം പ്രദേശവാസികൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നെ ആ ആശങ്ക മാറി അതൊരു പ്രതീക്ഷയായി മാറുന്നു. അങ്ങനെ വിഴിഞ്ഞം തന്നെ ഒരു പ്രതീക്ഷയായി കേരളം കാത്തു നിൽക്കുന്ന നിമിഷമാണ്. എന്താണ് ഈ പ്രദേശവാസികളുടെയൊക്കെ ഒരു ആംബിയൻസ്? ആ തരത്തിൽ ആളുകളൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടോ ആ മേഖലയിൽ നിന്ന്? തീർച്ചയായും സജിത്ത്, ഇതൊരു കാത്തിരിപ്പിന്റെ അവസാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ദിവസമാണ്. വിഴിഞ്ഞം തുറമുഖം അതിന്റെ സാധ്യതകൾ നമ്മുടെ അധികാരികളിലേക്ക് എത്തിക്കുന്നത് മുതൽ തുടങ്ങുന്നു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ. അതിന് പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിലേക്ക് പോകണം. ഏറ്റവും ഒടുവിൽ ഇതൊരു യാഥാർത്ഥ്യം ആക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ അത് ഒരു പതിറ്റാണ്ട് മുന്നെയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. 2015 ഒക്ടോബറിലാണ് പദ്ധതിക്ക് കരാർ ഒപ്പിടുന്നത്. 2015 ഡിസംബറോടുകൂടി തറക്കല്ലിടുന്നു. 2017 ബർത്ത്, 2023 ഒക്ടോബർ ആകുമ്പോൾ ആദ്യ ക്രെയിനുകളുമായി ആദ്യ കപ്പലെത്തുന്നു. ഇപ്പോൾ ഇന്നലെ മദർഷിപ്പ് നമുക്ക് തീരമണിഞ്ഞിരിക്കുകയാണ്. സാൻ ഫെർണാണ്ടോ, ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയുടെ കപ്പലായ സാൻ ഫെർണാണ്ടോ തീരമണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലായ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ പ്രതീക്ഷകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. അത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ പരിസ്ഥിതിക്കുണ്ടായ പ്രശ്നങ്ങൾ, അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ട്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അത് മാറ്റിവെച്ച് നോക്കിയാൽ ഇത് ഈ കേരളത്തിന്റെ ഭാവിയിലേക്ക് അതിന്റെ വാതായനങ്ങൾ തുറക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. നിർണായക പദ്ധതി, അതിന്റെ കമ്മീഷനിങ് ഒക്ടോബറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒരുപാട് സാധ്യതകൾ, ജോലി സാധ്യതകൾ, സാമ്പത്തികമായ പുരോഗതി ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അവരുടെ ചില വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 10 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതികളാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ അത് 110 കോടിയുടെ പദ്ധതികൾ, അതിന്റെ എത്രയോ ഇരട്ടി, 10 ഇരട്ടിയോളം വലിയ തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കി എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ അനുഭാവപൂർണമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ പോലും അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അതിന് സർക്കാർ മുഖം തിരിക്കുന്നില്ല. അത് ഉണ്ടാകും എന്ന ഉറപ്പും പ്രതീക്ഷയും അവർക്ക് നൽകുകയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന്
ഇന്ന് ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ നമ്മുടെ ഭാവിയുടെ വളർച്ച, നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒക്കെ വളർച്ചയിൽ ഒരു നിർണായക ഘടകമാകുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. നമ്മളുടെ ചരക്ക് നീക്കം നമ്മൾ അതിന് ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തുറമുഖങ്ങളെ ആശ്രയിക്കുകയാണ്. കൊളംബോയെയും ചൈനയും ഒക്കെ ആശ്രയിച്ചാണ് നമ്മളുടെ ചരക്ക് നീക്കം നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി ഉള്ള തുറമുഖങ്ങളിൽ 12 എണ്ണം കേന്ദ്ര സർക്കാരിന്റെ കൈവശമാണ്. അവിടെ ഒരിടത്ത് പോലും മദർഷിപ്പുകൾക്ക് ഇതുപോലെ അനായാസേന സ്വാഭാവികമായ രീതിയിൽ ബർത്തിലേക്ക് എത്താനുള്ള അനുയോജ്യമായ സാഹചര്യമില്ല. ഡ്രഡ്ജിങ്ങിലൂടെ ആഴം കൂട്ടിക്കൊണ്ടാണ് മദർഷിപ്പുകൾ തീരമണയുന്നത്. പക്ഷേ ഇവിടെ സ്വാഭാവികമായി 24 മീറ്റർ ആഴം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ഏതൊരു വലിയ മദർഷിപ്പിനും ഇതുപോലെ തീരമണയാനുള്ള അനുഗ്രഹീതമായ സാഹചര്യമുണ്ട്. അത് വലിയ അനന്ത സാധ്യതകൾ രാജ്യത്തിന് മുന്നിൽ തുറന്നിടുകയാണ്. നമ്മുടെ ചരക്ക് നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ഹബ്ബായി ഈ തുറമുഖ പദ്ധതി മാറുന്ന കാലം അതിവിദൂരമല്ല. അത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോവുകയാണ്. അതിനും അപ്പുറത്താണ് നമ്മുടെ പ്രതീക്ഷകൾ. കാരണം മറ്റ് നമ്മളുടെ അയൽ രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ വലിയ തുറമുഖമായി രാജ്യാന്തര തുറമുഖങ്ങളുടെ ഒരു എണ്ണപ്പെട്ട നിലയിലേക്ക് നമ്മളുടെ തുറമുഖം ഉയർത്തപ്പെടും എന്ന പ്രതീക്ഷ. ഇതിന്റെ നിർമ്മാണം 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആ നിലയ്ക്ക് കൂടി ഉയർത്തപ്പെടും. തുറമുഖ മേഖലയിൽ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വിഴിഞ്ഞം മാറും എന്നതാണ് ഇതിന്റെ അനന്തമായ സാധ്യത. അത് നമ്മുടെ രാജ്യത്തിനാകെ ഉണ്ടാക്കുന്ന ഉണർവും സാമ്പത്തിക ഉത്തേജനവും നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതിലുമേറെയാണ്. വലിയ ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പദ്ധതിയുടെ പൂർത്തീകരണം വരുമ്പോൾ ഏതാണ്ട് 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് കരുതുന്നത്. അനുബന്ധമായ മറ്റ് വ്യാവസായിക സംരംഭങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ഈ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി കോഴ്സുകൾ, നിരവധി വ്യവസായങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സമഗ്രമായ ഒരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നിടുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി നിർവഹിക്കും. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദം. പ്രതിപക്ഷം ആകെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നില്ല. എം വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശശി തരൂർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. UDF പ്രവർത്തകർ അവർ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പദ്ധതി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ പദ്ധതിയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്ത മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതി സമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾ നടക്കുന്നു. രാഷ്ട്രീയ വിവാദം ഒരു ഭാഗത്ത്, ചില എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉയർത്തിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത്. പക്ഷെ അത് രണ്ടും മാറ്റി നിർത്തിയാൽ ഈ ചരിത്ര നിമിഷമാണ് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുന്ന ദിവസമാണ്. ആര്യതയിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന്റെ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സജിത്. യെസ്, രേണുക സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരു ആഘോഷവും ആരവവുമാണ് വിഴിഞ്ഞം കാണുന്നത്. മുല്ലൂരിലാണ് പ്രധാനമായും ഈ തുറമുഖത്തിലേക്കുള്ള കവാടം നിൽക്കുന്നത്. അവിടേക്കാണ് റോഡ് റെയിൽ കണക്ടിവിറ്റി എത്തിച്ചേരുന്നത്. മുമ്പ് വലിയ സമരങ്ങൾക്കൊക്കെ വേദിയായ ഇടമാണ് മുല്ലൂർ എന്ന ഇടം. എന്തായാലും ഈ തുറമുഖത്തിന്റെ ഔദ്യോഗികമായ ഈ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. അവിടെ ആ കവാടത്തിനരികെ ഇപ്പം ഐഷത്തുൽ ഷംനയുണ്ട്. ഷംന, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? സുരക്ഷ വളരെ ശക്തമാവും, സ്വാഭാവികമാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഷംനയ്ക്ക് എന്താ അവിടെ കാണാൻ കഴിയുന്നു? സജിത്, നേരത്തെ രേണു സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു ദിവസം, പ്രധാനപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സമരങ്ങൾക്കൊക്കെ വേദിയായിരുന്ന മുല്ലൂർ ഇന്ന് വളരെ ആവേശത്തിലാണ്. ഇവിടുത്തെ ജനങ്ങളും പ്രദേശവാസികളൊക്കെ വളരെ ആവേശത്തിൽ അവരുടെ രാഷ്ട്രീയം പോലും മറന്ന് ഈ പദ്ധതിയെ വരവേൽക്കുകയാണ്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ നേതാക്കളൊക്കെ എത്തിത്തുടങ്ങി. എന്തായാലും വലിയ ആവേശത്തിലാണ്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട് നമ്മോടൊപ്പം. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വലിയ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന വലിയൊരു പദ്ധതിയാണ്, ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. എന്താണ് പറയാനുള്ളത് ഈ നാട്ടുകാർ ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനമാകുന്നതിൽ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നാലും അവിടെ പ്രക്ഷോഭങ്ങളും അതിനെ എതിർത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ നാട്ടുകാർ തുറന്ന മനസ്സോടെ ആവശ്യമായ ഭൂമിയും കൃഷി ചെയ്തിരുന്ന കൃഷിയിടവും തൊഴിലും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കിടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ തുറമുഖത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയും ഈ നല്ലൊരു വികസനം ലോക ഭൂപടത്തിൽ ഈ പ്രദേശം വരത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം അന്താരാഷ്ട്ര തുറമുഖം വരുന്നതിൽ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ
ഈ കൃഷിയിടങ്ങളിൽ പാട്ടത്തൊഴിൽ ചെയ്തിരുന്ന കർഷകർ, കയർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന കയർ തൊഴിലാളികൾ, ടൂറിസം മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഡ്രൈവർമാർ, മറ്റു തൊഴിലാളികൾ, അവരെ ഒന്നും അത്തരം പുനരധിവാസ പ്രശ്നങ്ങളുണ്ട് ഷംന. നമുക്ക് അതിനുമപ്പുറം ഇന്നത്തെ ഒരു ദിവസം കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കേണ്ട മണിക്കൂറുകളാണ്. അപ്പം നമുക്ക് അത്തരം ചിന്തകളിലേക്ക് തന്നെ പോകാം. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്, സജ്ജീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് ഒരുങ്ങണം. ഇന്നലെ മന്ത്രി VN വാസവൻ, സംസ്ഥാനത്തിന്റെ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി, പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് നമ്മൾ വൈകുന്നുണ്ടോ, നമ്മൾ അല്പം പിന്നോട്ട് പോയോ എന്നൊരു സംശയമൊക്കെ പൊതുവിൽ ഉയർന്നിരുന്നു. പക്ഷേ VN വാസവൻ പങ്കുവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. അതായത് മദർ ഷിപ്പുകൾക്ക് വന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് ഇത് മാറി മറ്റു പോർട്ടുകളിലേക്ക് പോകാനുള്ള സജ്ജീകരണം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. വെറും 16% മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ട്രാൻസ്പോർട്ടേഷന് റോഡ് റെയിൽ കണക്ടിവിറ്റികളെ ആശ്രയിക്കേണ്ടി വരിക. അതുകൊണ്ട് റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് പ്രാധാന്യമുണ്ട്. എന്നിരുന്നാൽ കൂടി അതിനും വേഗത്തിൽ പൂർത്തിയാവേണ്ടത് മറ്റു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരം പ്രവർത്തനം നടന്നതെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആ തരത്തിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഇടപെടൽ കൂടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിൽക്കട്ടെ, പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അതായത് വിഴിഞ്ഞമെന്ന അഭിമാന പദ്ധതിക്കൊപ്പം കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ എപ്പോഴും വിഴിഞ്ഞമെന്ന പദ്ധതി യാഥാർത്ഥ്യമാവണമെന്ന മനസ്സ് അവർക്കുണ്ടായിരുന്നു. ചില പ്രതിബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിബന്ധങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിൽ വ്യത്യസ്തതയ്ക്ക് ഉണ്ടായിട്ടിരിക്കാം. പക്ഷേ എല്ലാവർക്കും വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു സാധ്യതയാണെന്ന തിരിച്ചറിവിൽ തന്നെയാണ് കേരളം മുന്നോട്ട് പോയത്. അതാണ് ഇത്തരമൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് ഇടവയ്ക്കുന്നതും. എന്തായാലും ഇനി കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളുടെയും അടിസ്ഥാനം വിഴിഞ്ഞമെന്ന തുറമുഖ പദ്ധതിയാവാം. അത് നമുക്ക് നൽകുന്ന വലിയ സമ്പത്തോ അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന വലിയ വികസന സാധ്യതകളോ യുവാക്കൾക്ക് നൽകുന്ന തൊഴിലവസരങ്ങളും, അങ്ങനെ പല പല ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും പോവേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരം എന്ന പേര് ഒരുപക്ഷെ ഇനി തുറമുഖ നഗരം എന്ന തരത്തിലേക്ക് റീനെയിം ചെയ്യാനുള്ള സാധ്യത പോലും വിഴിഞ്ഞം വഴിവെക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്.